മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായത്തിന്റെ പേര് സൂറത്തുൽ മുൽക്ക് എന്നാണ്. സൂറത്തുൽ മുൽക്ക് എന്താ? സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത എന്താ? മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറത്തു തബാറക ഹിയ അൽ മാനിഅതു മിൻ അദാബിൽ ഖബർ. ഒന്നാമത്തെ മഹത്വതാണ്. എന്താ ഹദീസിലുള്ളത്? ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയ ഹദീസാണിത്. എന്താ അദ്ദേഹം നബി പറഞ്ഞ വാചകം എന്താ? ഖബറിലെ ശിക്ഷയിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഖബറിൽ നമ്മൾ ഒറ്റക്കാണ്. ഖബറിൽ അദാബുണ്ട് എന്ന് നമുക്കറിയാം. ഖബറിൽ ശിക്ഷയുണ്ട്. ആ ഖബർ ശിക്ഷയിൽ നിന്ന് നമുക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന, നമുക്ക് രക്ഷ നൽകുന്ന അധ്യായമാണ് ഏത്? സൂറത്തുൽ മുൽക്ക്. അത് സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞൊരു മനുഷ്യൻ അയാളെ ഖബറിലേക്ക് വെക്കപ്പെട്ടാൽ അയാളുടെ ഖബറില് അയാളുടെ കാലിന്റെ ഭാഗത്ത് കൂടെ എന്ത് ചെയ്യും? ശിക്ഷ വരും. അയാൾക്കുള്ള ശിക്ഷ വരും. അപ്പൊ പറയപ്പെടുന്നതാണ്, ലൈസ ലക്കും അലാമാ ഖിബലി സബീലുൻ കാന യഖൂമു യഖറഉ ഫീ സൂറത്തുൽ മുൽക്ക്. അപ്പൊ ഈ സൂറത്തുൽ മുൽക്ക് വന്നിട്ട് അവിടുന്ന് പറയുന്നതാണ്, ഇയാൾ സൂറത്തുൽ മുൽക്ക് ഓതിയ ആളാണ്, അതുകൊണ്ട് തന്നെ ഇതിലെ ശിക്ഷ വരാൻ പാടില്ല. അങ്ങനെ അദ്ദേഹത്തിന്റെ മധ്യഭാഗത്തുകൂടെ എന്ത് ചെയ്യും? ശിക്ഷ വരാൻ തുടങ്ങും. അപ്പോഴും പറയപ്പെടുമെന്നാണ് ഇയാൾ സൂറത്തുൽ മുൽക്ക് ഓതിയ ആളാണ്. അങ്ങനെ ആ മനുഷ്യനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായം അയാൾക്കൊരു കവചമായി, ഒരു മാനിയായി, ഒരു മറയായി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് സ്വഹീഹായ ഹദീസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എപ്പോഴാണ് നമ്മൾ സൂറത്തുൽ മുൽക്ക് ഓതേണ്ടത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എല്ലാ രാത്രിയിലും ഉറങ്ങണീന് മുമ്പ് സൂറത്തുൽ മുൽക്ക് ഓതണം. എല്ലാ രാത്രിയിലും. അതിലാകെ 30 ആയത്തുള്ളത്. പ്രവാചകൻ തിരുമേനി പറഞ്ഞു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ 30 ആയ. വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. ആ സൂറത്തിൽ 30 ആയത്തുകളാണുള്ളത്. ശഫാഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു വഹിയ സൂറത്തു തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി പറയാണ്, ആ സൂറത്തിൽ 30 ആയത്താണ്. ആ സൂറത്ത് എന്ത് ചെയ്യും? പാരായണം ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അത് ശുപാർശ ചെയ്യും. ആ സൂറത്ത് ഏതാ? സൂറത്തുൽ മുൽക്കാണ്. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന അധ്യായമാണ്. അപ്പൊ എന്ത് വേണം? 30 ആയത്തുള്ള സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും എന്ത് ചെയ്യാം? നമ്മൾ ഓതണം. അത് സുന്നത്തായ കാര്യമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഇന്ന സൂറത്തൻ മിൻ കിതാബില്ലാഹി അസ്സ വജല്ല മാ ഹിയ ഇല്ലാ 30 ആയ ശഫഅതു ലിറജുലിൻ ഫഅഖറജതഹു മിനൻ നാർ വഅദ്ഖൽതുഹുൽ ജന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. എന്താ ഈ ഹദീസിലേക്ക് അർത്ഥം എന്നറിയോ? ഒരു വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്. 30 ആയത്താണ് ആ സൂറത്തിലുള്ളത്. ആ സൂറത്ത് അതിന്റെ വാക്താവിന് വേണ്ടി, അത് ഓതുന്ന ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്യും? ശുപാർശ പറയും. അതോടൊപ്പം തന്നെ അയാളെ നരകത്തുനിന്ന് മോചിപ്പിക്കും, അയാളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. സുബ്ഹാനല്ലാഹ്. ഒരു സൂറത്ത്. സഹോദരങ്ങളെ, ആത്മാർത്ഥമായി ആലോചിച്ച് ഈ സൂറത്ത് നമ്മളിൽ ആർക്കൊക്കെ അറിയാം? വിശുദ്ധ ഖുർആനിലെ ഈ അധ്യായം അത് കാണാതെ പഠിക്കുന്ന 30 ആയത്താണാകുള്ളത്. 30 ആയത്ത്. നമ്മളിൽ ആരൊക്കെ ഇത് പഠിച്ചിട്ടുണ്ട്? ഇതാരൊക്കെ പാരായണം ചെയ്യാറുണ്ട്? വിശ്വാസികളായ നമ്മളോട് നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച വിഷയമാണ് ഈ അധ്യായം. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പാരായണം ചെയ്യണം. അതുകൊണ്ട് തന്നെ മനസ്സിലുണ്ടാകണം. 67-ാമത്തെ അധ്യായം, വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായം. ഖുർആനിൽ 30 ജുസ്ഇലെ അവസാനത്തെ ജുസ് അമ്മ ജുസ്, അതിന്റെ തൊട്ട് മുമ്പുള്ള ജുസിനാണെന്ന് പറയാ തബാറക ജുസ് എന്നാ പറയാ. ആ ജുസ് ആരംഭിക്കുന്നത് സൂറത്തുൽ മുൽക്ക് കൊണ്ടാണ്. അതുകൊണ്ട് ആ സൂറത്ത് ഒന്ന് പഠിക്കാൻ നമ്മൾ തീരുമാനിക്കുക. മനസ്സ് വെച്ചാൽ, നമ്മൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ സൂറത്ത് പഠിക്കാൻ നമുക്ക് സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസിൽ കാണാം, കാന ലാ യനാമു ഹത്താ യഖറഅ. എന്താ ഹദീസിലെ വാചകം? കാന ലാ യനാമു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. ജാബിർ റളിയല്ലാഹു അൻഹു ഇരിക്കുന്ന ഹദീസാണ്. കാന ലാ യനാമു ഹത്താ യഖറഅ. പാരായണം ചെയ്യുന്നത് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങാറില്ല. ഏത് പാരായണം ചെയ്യുന്നത് വരെ? അലിഫ് ലാം മീം തൻസീലുൽ കിതാബി ലാ റൈബ ഫീഹി മിർ റബ്ബിൽ ആലമീൻ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന അധ്യായങ്ങൾ. അഥവാ സൂറത്തു സജദയും സൂറത്തു മുൽക്കും, സൂറത്തുൽ മുൽക്കും, ഈ 67-ാമത്തെ അധ്യായവും സൂറത്തു സജദയും പാരായണം ചെയ്യാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയിൽ ഉറങ്ങാറില്ല. ഇമാം തുർമുദി ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സ്വഹീഹാണ് എന്ന് രേഖപ്പെടുത്തി. അപ്പൊ നോക്കൂ നിങ്ങൾ, ഒരു വിശ്വാസിയായ മനുഷ്യൻ അവൻ സൂറത്തുൽ മുൽക്ക് എന്ത് ചെയ്യണം? എല്ലാ രാത്രിയിലും ഓതണം. അതേപോലെ സൂറത്തു സജദയും ഓതണം. ഒരു പക്ഷെ നമുക്ക് ഇതിപ്പോൾ കാണാതെ അറിയില്ല. എന്താ ചെയ്യുക? നോക്കിയോ നമുക്ക് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് എത്രയോ ആളുകൾ അവരുടെ മൊബൈൽ ഇങ്ങനെ
അങ്ങോട്ടും ഇങ്ങോട്ടും തോണ്ടിയാണ് നമ്മളൊക്കെ ഉറങ്ങാൻ കിടക്കുന്നത്. ഉറക്കം വരുവോളത് കണ്ടുകൊണ്ടാണ്. റീലുകൾ കണ്ടും അതേപോലെ തന്നെ പലതും ആവശ്യമില്ലാത്ത പലതും കേട്ടാണ് നമ്മളിൽ മഹാഭൂരിപക്ഷം ആളുകളും വർത്തമാന കാലഘട്ടത്തിൽ ഉറങ്ങാൻ കിടക്കുന്നത്. സഹോദരങ്ങളെ, അതേ ഫോൺ ഉപയോഗിച്ച് സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്താൽ എന്താ പ്രവാചകന്റെ അധ്യാപനം? 1 ഖബറിലെ ശിക്ഷ, അതിന് രക്ഷ കിട്ടും. 2 സ്വർഗത്തിൽ പ്രവേശിക്കും. 3 നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതിന്റെ വാക്താവിന് എന്ത് ചെയ്യും? അത് ശുപാർശ ചെയ്യും. എന്താ ചെയ്യേണ്ടത്? വിശുദ്ധ ഖുർആനിലെ 67-ാമത്തെ അധ്യായമായ സൂറത്തുൽ മുൽക്ക് ആകെ 30 ആയത്ത്. ആ 30 ആയത്ത് നമ്മൾ ഒന്ന് പഠിച്ച് ഓതിയാൽ മതി. അതുകൊണ്ട് തന്നെ ഒന്ന് മനഃപ്പാടമാക്കാൻ നമ്മൾ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യണം? അത് അവരുടെ ജീവിതത്തിൽ അവർ നോക്കി ഓതി പഠിക്കുക. ഒരു 10, 15, 20 ദിവസം നമ്മൾ നോക്കി ഓതിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കാണാൻ പഠിക്കാൻ പറ്റും. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദ, ആ സുന്നത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദിനേന അവൻ പാരായണം ചെയ്യേണ്ട ഒരു അധ്യായം.